ഓഗസ്റ്റ് 14 വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തടവറയിൽ അടയ്ക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച പോളണ്ടിലെ വൈദികനായിരുന്നു വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. 1894 പോളണ്ടിലാണ് വിശുദ്ധൻ ജനിച്ചത്. 1910 തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവസേവനത്തിനായി അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. 1918 റോമിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. തന്റെ തീക്ഷ്ണത നിറഞ്ഞ പ്രഘോഷണങ്ങളും എഴുത്തുകളും വഴി വിശുദ്ധൻ യൂറോപ്പിലും ഏഷ്യയിലും നിരവധി പ്രേക്ഷിത ദൗത്യങ്ങൾ നിറവേറ്റി. മരിയൻ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപാധി എന്ന നിലയിൽ അവിടുത്തെ സന്യസ്തർ ആധുനിക അച്ചടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഒരു ചെറിയ റേഡിയോ നിലയവും ഒരു വീഡിയോ സ്റ്റുഡിയോയും വിശുദ്ധൻ ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആധുനിക ബഹുജന മാധ്യമങ്ങളുടെ ഒരു അപ്പോസ്തലനായിരുന്നു മാക്സിമിലിയൻ കോൾബെ. പരിശുദ്ധ കന്യകാമാതാവ് ത്രിത്വൈക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള മധ്യസ്ഥയാണെന്നും ദൈവജനത്തിന്റെ വക്താവാണെന്നുമുള്ള സഭയുടെ ബോധ്യം വിശുദ്ധന്റെ ഉൾക്കാഴ്ചയിൽ നിന്നും വികാസം പ്രാപിച്ചിട്ടുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദരായ അഭയാർത്ഥികളെ സഹായിച്ചതിനായിരുന്നു വിശുദ്ധനെ തടവിലാക്കിയത്. അവിടെ വെച്ചാണ് ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്ന അസാധാരണ സംഭവം ഉണ്ടായത്. 1941 ജൂലൈ 24 കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഒരു തടവുകാരൻ രക്ഷപ്പെട്ടു. അപ്രകാരം ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പകരം 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നതായിരുന്നു ക്യാമ്പിലെ നടപടിക്രമം. അങ്ങനെ തടവുകാരുടെ ഇടയിൽ നിന്നും പട്ടിണി മരണത്തിന് വിധിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസക് ജോംനിസെക്. 9 മക്കളുടെ പിതാവായ അദ്ദേഹം ഹൃദയം പൊട്ടി നിലവിളിച്ചു. തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഓർത്തെങ്കിലും തന്നെ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നും അയാൾ കരഞ്ഞപേക്ഷിച്ചു. ഇത് കണ്ടുനിന്ന വിശുദ്ധൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് പട്ടാള മേധാവിയോട് പറഞ്ഞു, ഞാൻ പോളണ്ടുകാരനായ ഒരു വൈദികനാണ്, വൃദ്ധനുമാണ്. ആ ചെറുപ്പക്കാരന് പകരമായി ഞാൻ വരാം. അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ക്രിസ്തുനാഥനെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം അങ്ങനെ നിന്നു. മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ വിശുദ്ധൻ നിരാശരായിരുന്നില്ല. കൂടെയുള്ളവർക്ക് ധൈര്യവും ആശ്വാസവും പകർന്നു കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം അദ്ദേഹം സാന്ത്വനമായി. അവരെയെല്ലാം പ്രാർത്ഥനയും സ്തുതിഗീതങ്ങളുമായി സമയം തള്ളി നീക്കി. നാസികൾ വിശുദ്ധനെ പട്ടിണിക്കിട്ടെങ്കിലും പട്ടിണി മൂലം വിശുദ്ധൻ മരിക്കാത്തതിനാൽ ഉഗ്രവിഷം കുത്തിവെച്ചാണ് മാക്സിമിലിയൻ കോൾബയെ അവർ കൊലപ്പെടുത്തിയത്. 1982 ജോൺ പോൾ II മാക്സിമിലിയൻ കോൾബയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.